നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗുജറാത്തിൽ 4.1 തീവ്രതയിൽ ഭൂചലനം അനുഭവപ്പെട്ടു. കച്ച് മേഖലയിൽ രാവിലെ 8:30യോടെയാണ് പ്രകമ്പനം ഉണ്ടായത്. 15 കിലോമീറ്റർ ആഴത്തിലായിരുന്നു പ്രഭവ കേന്ദ്രമെന്നും നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. അപകടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. കഴിഞ്ഞ ദിവസവും കച്ച് ജില്ലയിൽ ഭൂചലനം ഉണ്ടായിരുന്നു. 4.0 ആയിരുന്നു തീവ്രത. 2001-ൽ കച്ചിലുണ്ടായ വൻ ഭൂചലനത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. ഏകദേശം 13,800 പേർ മരിക്കുകയും 1.67 ലക്ഷം പേർക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തത്. ലഡാക്കിന്റെ തലസ്ഥാനമായ ലേയിൽ ഭൂചലനം കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 3.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് എന്നാണ് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചത്. ഭൂകമ്പത്തിന്റെ പ്രകമ്പനം ലേക്ക് സമീപമുള്ള പ്രദേശങ്ങളിലും ഉണ്ടായി. പുലർച്ചെ 5:30ഓടെയായിരുന്നു ഭൂചലനം ഉണ്ടായത്. ഭൂമിയുടെ അടിയിൽ 5 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രമെന്നും കൂടുതൽ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി വ്യക്തമാക്കി. അതേസമയം ഞായറാഴ്ച റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം തജിക്കിസ്ഥാനിൽ ഉണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി റിപ്പോർട്ട് ചെയ്തു. ഭൂകമ്പത്തിന്റെ തീവ്രത 4.5 ആയിരുന്നു. രാജ്യത്തെ ഭൂകമ്പ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ നോഡൽ ഏജൻസിയാണ് സീസ്മോളജി. കഴിഞ്ഞ ദിവസം ദേശീയ തലസ്ഥാനത്തിന്റെ ചില ഇടങ്ങളിലും മൂടൽമഞ്ഞ് മൂടിയതിനെ തുടർന്ന് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്തിൽ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഡൽഹി NCR മേഖലയിൽ മൂടൽമഞ്ഞ് ഉണ്ടായി. പല പ്രദേശങ്ങളിലും ദൃശ്യപരത ഉണ്ടായി. രാജ്യത്തിന്റെ ചിലയിടങ്ങളിൽ മൂടൽമഞ്ഞിനെ തുടർന്ന് നിരവധി ആഭ്യന്തര അന്തർദേശീയ വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തതിനേക്കാൾ വൈകിയാണ് ഓടുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വിമാനങ്ങൾക്ക് ലാൻഡിംഗിലും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഡൽഹി എയർപോർട്ട് നിർദ്ദേശിച്ചു.